നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കൊപ്പം ബിനീഷ് കോടിയേരിയിലേക്കും പോലീസിന്റെ അന്വേഷണ നിഴൽ നീളുന്നത് കേസിൽ വലിയ വഴിത്തിരിവാകുന്നു. സംഭവ ദിവസം സ്ഥലത്തുണ്ടായിരുന്ന പ്രമുഖ CPM നേതാക്കൾക്ക് പോലീസ് ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയ കൂട്ടത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അക്രമ സംഭവം നടക്കുന്ന സമയത്ത് ബിനീഷിന് CPMൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലായിരുന്നുവെന്ന വസ്തുതയാണ് പോലീസിന്റെ നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പാർട്ടി ഔദ്യോഗിക ഭാരവാഹിയോ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ അംഗമോ അല്ലാതിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MP ജോൺ ബ്രിട്ടാസ് എന്നിവർക്കൊപ്പം ബിനീഷിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. അക്രമ സംഭവം നടന്ന സമയത്ത് ബിനീഷിന്റെ സാന്നിധ്യവും തുടർന്നുണ്ടായ വിവരങ്ങളുമാണ് പോലീസിനെ ഈ വഴിയിലേക്ക് നയിച്ചത്. കേസിൽ അറസ്റ്റിലായി പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച 25 പ്രതികളിൽ ഭൂരിഭാഗം പേരും ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തുക്കളും വൃത്തങ്ങളിൽപ്പെട്ടവരുമാണെന്ന കണ്ടെത്തലാണ് പോലീസിന്റെ ഏറ്റവും നിർണായകമായ ആംഗിൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഗതമായ ഗ്രൂപ്പ് തലത്തിലോ ഉള്ള പ്രേരണയോ ആസൂത്രണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മെയ് 27-ന് വീണ വിജയന്റെ എക്സാലോജിക് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വസതിയിൽ 8 മണിക്കൂറോളം മിന്നൽ പരിശോധന നടത്തി മടങ്ങുമ്പോൾ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിലും വാഹനങ്ങൾ ആക്രമിച്ചതിലും അണിയറയിൽ പ്രവർത്തിച്ച ശക്തികളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. അക്രമം നടക്കുമ്പോൾ ബേക്കറിയിലെ ഈ വീടിന് മുന്നിൽ നേരിട്ടെത്തി ബിനീഷ് പ്രതിഷേധിച്ചിരുന്നു. അക്രമം നടക്കുന്ന ഘട്ടത്തിൽ ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ബിനീഷിന്റെ പാർട്ടി അംഗത്വം പുതുക്കി നൽകാൻ നേതൃത്വം തീരുമാനിച്ചത്. അന്നേ ദിവസം കേവലം ഒരു സാധാരണക്കാരനായി അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയായി മാത്രം സ്ഥലത്തെത്തിയ ബിനീഷ് എങ്ങനെയാണ് അവിടെ തടിച്ചുകൂടിയ പ്രതികളുമായി ആശയവിനിമയം നടത്തിയതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ആരായുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെയും മ്യൂസിയം ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലുള്ള സംഘം ബിനീഷിന്റെ സംഭവ ദിവസത്തെ ഫോൺ കോൾ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രധാന പ്രതികളുമായി സംഭവ ദിവസം ബിനീഷ് എത്ര തവണ സംസാരിച്ചു, സന്ദേശങ്ങൾ അയച്ചോ എന്നീ വിവരങ്ങളാണ് പോലീസ് സാങ്കേതികമായി ഒത്തുനോക്കുന്നത്. നിയമപരമായി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുന്ന ഏതൊരാളുടെയും ഡിജിറ്റൽ രേഖകളും CDR പരിശോധിക്കാൻ പോലീസിന് പൂർണ്ണ നിയമ തടസ്സമില്ല. ഈ ആനുകൂല്യം ഉപയോഗിച്ചാണ് നേതാക്കളുടെയും ബിനീഷിന്റെയും അന്നേ ദിവസത്തെ ലൊക്കേഷൻ വിവരങ്ങളും കോൾ രേഖകളും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. IP ബിനു അടക്കമുള്ള 21 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ കേസ് അവസാനിച്ചു എന്ന് കരുതിയ ഘട്ടത്തിലാണ് അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോലീസ് കടന്നത്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരെക്കാൾ ഉപരിയായി അക്രമത്തിനായുള്ള സന്ദേശങ്ങൾ കൈമാറിയതും ആളെ കൂട്ടിയതും ആരെല്ലാമാണെന്ന കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് പോലീസിന്റെ ലക്ഷ്യം. ചോദ്യം ചെയ്യലിനായി CPM നേതാക്കൾ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടി ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ബിനീഷ് കോടിയേരിക്ക് നൽകിയ നോട്ടീസ് പാർട്ടിക്ക് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പാർട്ടി ഭാരവാഹിത്വമില്ലാത്ത ഒരാൾ നേതാക്കൾക്കൊപ്പം അന്വേഷണ സംഘത്തിന്റെ നോട്ടീസിൽ ഉൾപ്പെട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബിനീഷ് കോടിയേരി പോലീസിന് മുന്നിൽ ഹാജരായി നൽകുന്ന മൊഴികളും CDR പരിശോധനയിലെ കണ്ടെത്തലുകളും കേസിൽ അതീവ നിർണായകമാകും.